ഫ്രണ്ട്സ്, നമ്മുടെ കൃഷിസ്ഥലത്തെ നമ്മൾ കുറച്ച് ജർജീലിൻ്റെ വിത്ത് പാകിന്നല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ പിറകിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൂര്യകാന്തി നന്നായിട്ട് പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ചില തൈകളൊക്കെ മുട്ട് വിരിയാനായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആദ്യമായിട്ട് വിരിഞ്ഞാണ് ഇപ്പോൾ ഇത് കേട്ടോ. ഇത് കണ്ടോ, ആദ്യമായിട്ട് വിരിഞ്ഞാണ്. പിന്നെ ആ ഭാഗത്ത് കുറച്ച് വലിയ പൂവായിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ അത് ശരിക്കും വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അത് ഇതുപോലെ നമ്മളൊരു 5-6 തൈ നട്ടിട്ടുണ്ട്. 6 അപ്പുറ ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ഇതായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ വിരിഞ്ഞത് ഇതാണ് കേട്ടോ. പക്ഷെ ഇത് ചെറിയ പൂവാണ്, ഇതിൽ ഏറ്റവും ചെറുതാണ്. പക്ഷേ അതാണ് ആദ്യമായിട്ട് വിരിഞ്ഞത്. ഇനി നമുക്ക് വലിയ മുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് കണ്ടോ. ഈ ഭാഗത്തൊക്കെ ഇത് കണ്ടോ, വലിയ മുട്ടുകളാണ്. പിന്നെ കണ്ടോ, ഇതൊക്കെ കുറച്ചിങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ, ആ ഭാഗത്തൊക്കെ ഉണ്ടാവും. ഇതിലിങ്ങനെ കാണില്ല ഈ ടൈം. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ വലിയ തൈ ആയിട്ടുണ്ട്, എന്നെക്കാളും ഉയരമുണ്ട് കേട്ടോ. പക്ഷെ അത് വിരിഞ്ഞിട്ടില്ല. പിന്നെ കണ്ടില്ലേ, നമ്മുടെ ക്യാരറ്റൊക്കെ ഉണ്ടല്ലേ, ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് പറിക്കാനുള്ള സമയം ആയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അടിഭാഗത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ക്യാരറ്റിൻ്റെ ഇത് കാണണമെന്നില്ല, എന്താണെന്നറിയില്ല. പിന്നെ നമ്മൾ പാകിയ ഇത് കണ്ടോ, ഇത് കണ്ടോ, കോളിഫ്ലവറാണ് കേട്ടോ, ആയി വരുന്നുണ്ട് കണ്ടോ. ചിലതൊക്കെ കണ്ടോ, ഇതൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ചെറിയ ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ക്യാബേജൊക്കെ കുറേ വിളവെടുത്ത് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ചെറുത് 2 ഉണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ വലിയത് ഒന്നുണ്ടായിരുന്നല്ലോ, ആ ക്യാബേജാണ് കേട്ടോ. ഇത് നല്ല വലിപ്പമുണ്ട്. പിന്നെ ഈ വലിയത് കണ്ടോ, ഇത് ബ്രോക്കോളിയാണ് കേട്ടോ. അത് മറ്റേത് ചെറിയത് കോളിഫ്ലവർ ആയിട്ട്, ഇത് ബ്രോക്കോളിയാണ്, അതാണ് വിരിഞ്ഞ് കാണാത്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇത് കണ്ടോ, നമ്മൾ പാകിയ ജർജീലാണ് കേട്ടത്. ഇത് കണ്ടോ, ജർജീൽ നന്നായിട്ട് ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല, ഞാൻ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഓരോ തൈ ഇട്ട് കൊടുത്തിരുന്നു കണ്ടോ. പിന്നെ ജർജീലൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. പ്രവാസികൾക്ക് ശരിക്കും അറിയാം ഇതിൻ്റെ മഹത്വം. ഇത് കണ്ടോ, ജർജീൽ. ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ 2 തൈ വെച്ചിരുന്നു ഈ ബ്രോക്കോളി ചെയ്തപ്പോഴേ. അപ്പോൾ അത് ഇതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ഇടവേള കൃഷിയായിട്ട് ചെയ്താലും മതി. ഇതിനായിട്ട് സ്ഥലം നമ്മൾ ഒഴിവാക്കി വെക്കൊന്നും വേണ്ട. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ജർജീൽ പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്ര വലിപ്പമുണ്ട് തൈ. ഇനിയും വളരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഇങ്ങനെ പറിച്ചുകൊണ്ട് നമുക്കിങ്ങനെ തന്നെ കഴിക്കാം. ആണോ, ഇങ്ങനെ പച്ചക്ക് തിന്നാട്ടോ. പച്ചക്ക് തന്നെ തിന്നലിത്. പക്ഷേ നമുക്കിത് വലിയ പരിചയമല്ല. ചെറിയൊരു കയ്പ്പുണ്ട് കേട്ടോ, വലിയ കയ്പ്പില്ല, പക്ഷേ ചെറിയൊരു കയ്പ്പുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കഴിക്കാനും അങ്ങനെ റിസ്ക് ഒന്നുമില്ല. ഇത് പിന്നെ ഞാൻ മരുന്നൊന്നും അടിച്ചിട്ടില്ല കേട്ടോ, ധൈര്യമായിട്ട് കഴിക്കാം. മരുന്ന് അടിക്കലില്ല ഞാൻ. പിന്നെ ഇത് കഴുകേണ്ട ആവശ്യമല്ല. ഞാനിത് ഇവിടെ കൃഷി സ്ഥലത്ത് നനയ്ക്കുമ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടിയാണ് നനയ്ക്കല്. അപ്പോൾ അതുകൊണ്ടൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ധൈര്യമായിട്ട് കഴിക്കുക, മരുന്ന് അടിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ ഇനി നമ്മൾ പറിക്കാതെ നിൽക്കുകയാണെങ്കിൽ ഇതിന് പൂവും അതിൻ്റെ വിത്തൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ വിത്തിന് വേണ്ടി എടുത്ത് വെക്കണില്ല. നമുക്ക് വേറെ ഇത് മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ എവിടെ പോയാലും കിട്ടുന്ന ഒരു വിത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അടിപൊളിയാണിത് കണ്ടോ, ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, നമ്മൾ ചൈനീസ് ക്യാബേജ് നട്ടപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്തു കൂടി കുറച്ച് മുള്ളങ്കിൻ്റെ തൈ നട്ടിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടില്ലേ, മുള്ളങ്കി ആയിട്ടുണ്ട് കേട്ടോ. ഇത് റെഡ് കളർ മുള്ളങ്കിയാണ് കണ്ടോ, ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണേണ്ടത് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കണം കണ്ടോ. അതുകൊണ്ട് ഇത് ചെറുതാണ്, ചെറിയ തൈയാണ്, ഇനി വണ്ണം വരും കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഒക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ചൈനീസ് ക്യാബേജ് നട്ടപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ചെയ്തതാണ്. ഇതൊന്നും നമ്മൾ കൂടുതൽ സ്ഥലം വേണ്ട ആവശ്യമില്ല.
ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വിളവെടുത്ത പച്ചക്കറികളാണ് കേട്ടോ. ഇത് കണ്ടോ, അമരക്കയാണ്. കണ്ടോ, അമരക്ക ഇപ്പോൾ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ജെർജിയിലും നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ബീൻസാണ്. ബീൻസ് പിന്നെ ലാസ്റ്റ് ഘട്ടത്തിലാണ്, ഞാൻ പറഞ്ഞല്ലോ, ബീൻസ് കഴിയാനായിട്ടുണ്ട്. നമ്മൾ നട്ടിട്ട് ഇപ്പോൾ ഏകദേശം ആയല്ലോ. അപ്പോൾ ബീൻസൊക്കെ ലാസ്റ്റ് ഘട്ടമാണ്, ഒക്കെ പറി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളത് അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ചത് തന്നെ ജെർജിലിൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടി. ജെർജിയിൽ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളരുന്നുണ്ട് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിത്തൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ എവിടെയും കിട്ടും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പാകി നോക്കുക നിങ്ങൾ. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ മുന്നേ നമ്മൾ കുറേ വീഡിയോ ചെയ്തിരുന്നു. ഈ കൃഷി സംബന്ധമായ വീഡിയോ തന്നെ കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളിവിടെ ചെയ്തിട്ടുള്ള കൃഷികൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പിന്നെ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ.